മറ്റുള്ളവരുടെ മുമ്പിൽ മതിപ്പുളവാക്കുവാൻ വേണ്ടി, അതായത് മറ്റുള്ളവരെക്കാൾ താൻ നല്ലവനാണെന്നും കഴിവുള്ളവനാണെന്നും ആത്മീയനാണെന്നും കാണിക്കുവാൻ വേണ്ടി ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളെയും ദൈവത്തിൻ്റെ വചനം വളരെ കർക്കശമായിട്ടാണ് ശാസിക്കുന്നത്. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 3-ാമത്തെ വചനത്തിൽ താൻ അല്പനായിരിക്കെ മഹാൻ ആകുന്നു എന്ന് ഒരുത്തൻ നിരൂപിച്ചാൽ തന്നെത്താൻ വഞ്ചിക്കുന്നു. ഓരോരുത്തൻ താൻ്റെ പ്രവൃത്തി ശോധന ചെയ്യട്ടെ. എന്നാൽ തൻ്റെ പ്രശംസ മറ്റൊരുത്തനെ കാണിക്കാതെ തന്നിൽ തന്നെ അടക്കി വയ്ക്കും. ഇത് ഇന്ന് നാം വളരെ പ്രാർത്ഥനയോടെ ചിന്തിക്കേണ്ട ഒരു വചനം തന്നെയാണ്. ചില ആളുകൾക്ക് അവർ ജ്ഞാനികളാണെന്നങ്ങ് തോന്നുകയാണ്. സദൃശവാക്യം 26:12 തനിക്ക് തന്നെ ജ്ഞാനിയെന്ന് തോന്നുന്ന മനുഷ്യനെ നീ കാണുന്നുവോ? അവനെക്കുറിച്ചുള്ളതിനേക്കാളും മൂഢനെക്കുറിച്ച് അധികം പ്രത്യാശയുണ്ട്. പൗലോസ് അപ്പോസ്തലനും പറഞ്ഞിരിക്കുന്നത്, ആരും തന്നെ വഞ്ചിക്കരുത്. താൻ ഈ ലോകത്തിൽ ജ്ഞാനി എന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും തോന്നിയാൽ അവൻ ജ്ഞാനിയാകേണ്ടതിന് ഭോഷനായിത്തീരട്ടെ എന്നാണ്. ഈ വാക്യങ്ങളൊക്കെ നാം പഠിക്കുമ്പോൾ നാട്യമുള്ള ജീവിതം ഒരിക്കലും ദൈവമക്കൾക്ക് പാടില്ല എന്ന സത്യമാണ് മനസ്സിലാക്കേണ്ടത്. മറ്റുള്ളവർ നമ്മെക്കുറിച്ച് നല്ലത് പറയണം, പ്രശംസിക്കണം, മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു മാന്യത നമുക്കുണ്ടാവണം എന്നൊക്കെയാണ് എല്ലാവർക്കും ആഗ്രഹം. എന്നാൽ അതിനുള്ള യോഗ്യത ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ, അതായത് താൻ അല്പനായിരിക്കുമ്പോൾ തന്നെ മഹാൻ എന്ന് നിരൂപിക്കുന്നു. ആത്മീകതയില്ലെങ്കിലും ആത്മീകരാണെന്ന് മറ്റുള്ളവരെ കാണിക്കുന്നു. സ്നേഹമില്ലെങ്കിലും സ്നേഹമുണ്ടെന്ന് നടിക്കുന്നു. അല്പനായിരിക്കെ മഹാൻ എന്ന് നടിക്കുന്നു. ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ ഈ കാര്യങ്ങൾക്കൊന്നും ഒരു വിലയും ഉണ്ടാവില്ല എന്നുള്ളതല്ലേ സത്യം. എന്തിനാണ് മനുഷ്യൻ മറ്റുള്ളവർക്ക് തന്നിൽ മതിപ്പുണ്ടാകണം എന്നാഗ്രഹിച്ചുകൊണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ തനിക്കുണ്ടെന്ന് മറ്റുള്ളവർ വിശ്വസിക്കത്തക്ക നിലയിൽ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്? താൻ അല്പനായിരിക്കെ മഹാൻ എന്ന ഒരു വ്യക്തി നിരൂപിച്ചാൽ അയാളെ തന്നെ വഞ്ചിക്കുകയാണ്. അയാൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് തിരിച്ചറിയുവാൻ ദൈവത്തിൻ്റെ വചനത്തിൽ ഒരു കാര്യം ചെയ്യുവാൻ നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഓരോരുത്തൻ താൻ്റെ പ്രവൃത്തി ശോധന ചെയ്യട്ടെ. എന്നാൽ അവൻ തൻ്റെ പ്രശംസ മറ്റൊരുത്തനെ കാണിക്കാതെ തന്നിൽ തന്നെ അടക്കി വയ്ക്കും. നാം നമ്മുടെ പ്രവൃത്തി ശോധന ചെയ്യണം. മറ്റു വിശ്വാസികളെക്കാൾ നാം നല്ലവരാണെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ, ചിന്തിക്കുന്നുവെങ്കിൽ, അല്ല നമ്മുടെ ശുശ്രൂഷ മറ്റുള്ളവരുടേതിനേക്കാൾ ഉന്നതമാണെന്ന് നാം സ്വയം കരുതുന്നെങ്കിൽ നമ്മെ ആ ചിന്ത അഹങ്കാരികളും നിഗളികളുമാക്കി മാറ്റുന്നു. അതുകൊണ്ടാണ് അല്പനായിരിക്കെ താൻ മഹാനെന്ന് ഒരുവൻ വിചാരിച്ചാൽ, ചിന്തിച്ചാൽ അയാളെ തന്നെ വഞ്ചിക്കുന്നു. അതുണ്ടാകാതിരിപ്പാൻ അവൻ്റെ പ്രവൃത്തി തന്നെ ശോധന ചെയ്യട്ടെ എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഇവിടെ ഓർപ്പിക്കുകയാണ്. കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, തങ്ങളെ തന്നെ ശ്ലാഘിക്കുന്ന, അതായത് തങ്ങളെ തന്നെ പ്രശംസിക്കുന്ന ചിലരോട് ഞങ്ങളെ തന്നെ ചേർത്ത് ഒരുമിപ്പിക്കുവാനോ ഉപമിക്കുവാനോ തുനിയുന്നില്ല. അവർ തങ്ങളാൽ തന്നെ തങ്ങളെ അളക്കുകയും തങ്ങളോട് തന്നെ തങ്ങളെ ഉപമിക്കുകയും ചെയ്യുന്നതുകൊണ്ട് തിരിച്ചറിവുള്ളവരല്ല. ഈ വചനങ്ങളൊക്കെ ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ നമുക്കില്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് നാം ഭാവിക്കരുത്. റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നു, ഭാവിക്കേണ്ടതിന് മീതെ നാം ഒരിക്കലും ഭാവിച്ചുയരുവാൻ പാടില്ല. റോമാലേഖനം 12-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളോട് ഓരോരുത്തരോടും പറയുന്നു. വിശ്വാസികൾ നയിക്കേണ്ട രൂപാന്തരപ്പെട്ട ജീവിതത്തെക്കുറിച്ചാണ് പൗലോസ് ഇവിടെ സംസാരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഭാവിക്കേണ്ടതിന് മീതെ നാം ഭാവിച്ച് ദൈവത്തെ ദുഷിക്കുന്നവരായിട്ട് തീരാതെ
നമുക്ക് നമ്മുടെ പ്രവൃത്തി ശോധന ചെയ്യാം. ഓരോരുത്തൻ താൻ്റെ പ്രവൃത്തി ശോധന ചെയ്താൽ ഇങ്ങനെയുള്ള അവൻ്റെ മനോഭാവം, അവൻ്റെ പ്രശംസ എല്ലാം അവൻ അടക്കി വയ്ക്കും എന്നാണ് ദൈവത്തിന് നമ്മോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രവൃത്തികളെ പരിശോധിപ്പാൻ കഴിയട്ടെ. നാം ആരായിരിക്കുന്നു എന്ന് നമുക്കറിയാം. അതിനപ്പുറത്ത് നാം എന്തൊക്കെയോ ആണെന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കുവാൻ വേണ്ടി പെരുമാറരുത്, സംസാരിക്കരുത്, കാപഢ്യം അരുത്. നാം സത്യസന്ധരായിരിക്കണം, ഹൃദയശുദ്ധിയുള്ളവരായിരിക്കണം. അഭിനയ ജീവിതം ഒരിക്കലും നമുക്ക് പാടുള്ളതല്ല. അത് പരീശന്മാരുടെ മാർഗമാണ്. അവർ ചെയ്തത് എന്താണെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അവരുടെ കാര്യങ്ങളൊക്കെ പുറമെ മനുഷ്യൻ്റെ മുമ്പിൽ തങ്ങൾ ആത്മീയരാണെന്ന് കാണിക്കുവാൻ വേണ്ടിയുള്ള കാര്യങ്ങളായിരുന്നു. എന്നാൽ അകമേയോ അവർ വളരെ ദുഷിച്ച ചിന്തകളും വിചാരങ്ങളും ഉള്ളവരായിരുന്നു. നമുക്കൊരിക്കലും ഈ അബദ്ധം സംഭവിക്കാതിരിക്കട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രവൃത്തികൾ ശോധന ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ജീവിതത്തെ ക്രമീകരിപ്പാനും കർത്താവ് കൃപ നൽകണം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.